എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മനോഹരമാണ്. തേൻകുഴൽ മുറുക്കിന് ശർക്കരയിലിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ മനോഹരം. നല്ല സ്വാദുള്ള ഒരു വിഭവമാണ്. അതിന് നമുക്ക് അരിപ്പൊടി 4 കപ്പ് അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഉണങ്ങിയ അരിപ്പൊടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. 4 കപ്പ് അരിപ്പൊടിക്ക് നമുക്ക് ഉഴുന്ന് 1/2 കപ്പ് ഉഴുന്ന് പൊടി ചേർത്ത് കൊടുക്കണം. ഉഴുന്ന് നല്ലപോലെ വറുത്തിട്ട് കളറൊന്നും മാറാതെ നല്ല മണം വരുന്നവരെ ഒന്ന് വറുത്തെടുക്കുക. ചുവന്ന് പോകാതെ വറുത്തെടുക്കണം. പിന്നെ നല്ലപോലെ പൊടിച്ചെടുക്കണം. അത് നമുക്ക് 1/2 കപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യമായത് ഒരു നുള്ളു ഉപ്പ്. നമ്മൾ ശർക്കരയാണ് ചേർക്കുന്നത്, അതുകൊണ്ട് അധികം ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. മുറുക്കിനൊക്കെ നമ്മൾ കുഴച്ചെടുക്കുന്ന പോലെ വേണം ഇത് കുഴച്ചെടുക്കാൻ. പാകത്തിന് വെള്ളം ചേർത്ത് ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കണം. ഇപ്പോൾ മാവ് റെഡിയായി. നമുക്ക് ആ തേൻകുഴൽ ഉണ്ടാക്കുന്ന ആ ചില്ല് വേണം നാഴിയിലിട്ട് കൊടുക്കാൻ. അതിനുശേഷം നമുക്കത് നല്ല ചൂടായ എണ്ണയിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ വിട്ട് പിഴിയുകയാണെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി തന്നെ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ വട്ടത്തിൽ ഒന്ന് പിഴിഞ്ഞു കൊടുത്ത ശേഷം നമുക്ക് ഇത് മുറിച്ചെടുക്കാവുന്നതാണ്. 2 വശവും നല്ലപോലെ മറിച്ചിട്ട് എണ്ണയിൽ വറുത്തെടുക്കുക. നല്ല ക്രിസ്പ് ആവുന്നവരെ വറുത്തെടുക്കണം. വറുത്തെടുത്ത ശേഷം നമുക്കിത് ആറാനായിട്ട് ഒരു ഭാഗത്ത് മാറ്റി വയ്ക്കാം. എല്ലാ മാവും ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ട് പിന്നെ അത് നമുക്ക് ഒന്ന് കൈ കൊണ്ട് നല്ലപോലെ ആദ്യമേ തന്നെ ചെറിയ കഷ്ണങ്ങൾ തന്നെയാണ്, വീണ്ടും ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഉടച്ചെടുക്കുക. പിന്നെ ഒരു പാനിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് 3 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കാം. അതായത് 4 കപ്പ് അരിപ്പൊടിയാണ് എടുത്തത്, അതിലേക്ക് 3 കപ്പ് ശർക്കര. അതായത് 1 കപ്പ് അരിപ്പൊടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ 3/4 കപ്പ് ശർക്കരയാണ് അതിൻ്റെ അളവ്. നിങ്ങൾക്ക് ശർക്കര കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ 1 കപ്പ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 കപ്പിന് 1 കപ്പ് എന്ന കണക്കിൽ നല്ലപോലെ അലിയിച്ചെടുത്ത ശേഷം ഒന്ന് അരിച്ചെടുക്കുക, കല്ലൊക്കെ കളയാനായിട്ട്. കല്ലില്ലെങ്കിൽ അങ്ങനെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. നല്ല പാകമാവുന്നവരെ നമുക്ക് ഇത് ശർക്കര കുറുക്കിയെടുക്കണം. ആ പാകിൻ്റെ കൺസിസ്റ്റൻസി നോക്കാനായിട്ട് നമുക്ക് വെള്ളത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ കൈകൊണ്ട് ഉരുട്ടിയെടുത്താൽ ഒരു ബോൾ പോലെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും. അതാണ് ശരിയായ പാകം ഇതിൻ്റെ. ഇപ്പോൾ ഇത് ശർക്കര പാനി റെഡിയായി. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഏലക്കായ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗവ് ഓഫ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. സ്റ്റൗവ് ഓഫ് ചെയ്ത ശേഷം നമ്മൾ ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേൻകുഴൽ മുറുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ശർക്കര പാനി ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുത്താൽ നമ്മുടെ മനോഹരം റെഡിയായി. നല്ല സ്വാദുള്ള ഒരു വിഭവമാണിത്. നിങ്ങളെല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശർക്കര പാക് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ മനോഹരം റെഡിയാവും. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ ഉരുളകളാക്കിയും എടുക്കാവുന്നതാണ്. ഞാനിത് ഉരുളകളാക്കുന്നില്ല, അങ്ങനെ തന്നെ പ്ലെയിനായിട്ട് തന്നെ വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമല്ലോ. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.